എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൃദയഭേദകമായൊരു ന്യൂസ് കേൾക്കുവാനായിട്ടിടയായി അല്ലേ. ഒരു അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും ഒരമ്മയും കൂടെ പോയിട്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടീനെ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയോന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും ഞാൻ ഇന്നലത്തെ ന്യൂസ് വരെ കണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കുഞ്ഞ് പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാവരെയും കിട്ടി, 3 പേരെയും കിട്ടി. അപ്പോൾ അവരുടെ മരണ കാരണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അല്ലേ. എന്താണ്? അവർക്ക് ദാരിദ്ര്യമായിരുന്നു, അവർക്കൊരു വഴിയുമില്ല, കയറി കിടക്കുവാൻ സ്ഥലമില്ല, അവർക്ക് എന്താണ് കഴിക്കുവാൻ ഭക്ഷണമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഗതികേട് കൊണ്ടാണ് അവരെവിടെ ചെന്ന് പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത്. ഇല്ലെങ്കിൽ ആരെങ്കിലും പോകത്തില്ല അല്ലേ. കാരണം പോലീസ് സ്റ്റേഷനുകളിലൊക്കെ മനുഷ്യത്വമൊക്കെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ അത്രയും ഗതി കെട്ടിട്ടായിരിക്കും അവർ അങ്ങോട്ട് കയറി ചെന്നത്. അപ്പോൾ അവരെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവരുടെ തിരക്ക് കൊണ്ട് അവർ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തതിൻ്റെ ആയിരിക്കും. പെട്ടെന്ന് ചെല്ലുമ്പോൾ ഒന്നും നമുക്ക് വാടക വീടൊന്നും ഒരുങ്ങി വരത്തില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാമേ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. അവർക്ക് ആ ഒരു സ്പോട്ടിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. കാരണം അവർക്ക് നാളെ തരാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന ഒരു നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ അവരുടെ മുൻപിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവർ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായതല്ലേ. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് കണ്ടു, അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടു. അപ്പം ഞാൻ വിചാരിക്കുക, അവിടെ അമ്പലത്തിലൊക്കെ നമ്മൾക്കറിയാം, ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളാണല്ലോ ആളുണ്ടാകുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ, അല്ലെങ്കിൽ ആ പൂജയുടെ സമയത്തൊക്കെ ആളുണ്ടാകുക, അല്ലാത്തപ്പോൾ അങ്ങനെയൊന്നും അവിടെയൊന്നും ആളുണ്ടാകത്തില്ല. ഇവർ അവിടെ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും ഇവർക്ക് എന്താണ്, ഒരു ദൈവവും ഇവരെ രക്ഷിച്ചില്ല. അവിടെയുള്ള ഒരു ദൈവവും ഇവരെ രക്ഷിച്ചില്ല. അവിടെയുള്ള ഒരു വ്യക്തികളും ഇവരെ കണ്ടില്ല. ആര്? ഇവർ താമസിച്ച ഇടത്ത് ആൾക്കാർ ഇവരെക്കുറിച്ചൊന്ന് അറിയുവാനോ ഇവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കുവാനോ ഒന്നും ആർക്കും സമയമില്ല, ആർക്കും അതിന് താല്പര്യവുമില്ല അല്ലേ. അപ്പോൾ ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹം ഒരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയും, അയ്യോ ഇപ്പോൾ കൂലിപ്പണിക്കൊന്നും ആളെ കിട്ടാനേ ഇല്ല, എവിടെയെങ്കിലുമൊക്കെ പിന്നെ നല്ല അവർക്ക് ഇഷ്ടംപോലെ ചാൻസുകളാണെന്നൊക്കെ പറയും. ചുമ്മാ ഇരിക്കും. നമ്മൾ ഓരോ ജോലിക്കാരെ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇനി ഇതുപോലെയുള്ള ഏത് ജോലിക്കാരെ എടുത്ത് നോക്കിയപ്പോഴും അങ്ങനെയാണ് പറയുന്നത്, അയ്യോ ഇവിടെയൊന്നും കിട്ടാനേ ഇല്ല, അവിടെ കിട്ടാനുണ്ടായിരിക്കില്ല. കാരണം ഇവരുടെ നാട്ടിൽ അവർക്ക് ജോലിയൊന്നും എല്ലാ ദിവസവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്, കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന് ഈ ഒരു അവസ്ഥ വരത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കുറേ പേര് ചുമ്മാ പറയും, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക. എന്താ വെച്ചാൽ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പുല്ല് പറിക്കാനോ കാട് പറിക്കാനോ ആളെ കിട്ടുന്നുണ്ടാകില്ല. അപ്പോൾ അതിന് പറയും ഇവിടെയൊന്നും ആളെ കിട്ടാനേ ഇല്ലെന്ന്. എന്നിട്ട് ഇവന് ആളെ കിട്ടിക്കഴിയുമ്പോഴോ ആ ഒരു കുഞ്ഞു പണിയായിരിക്കും. അത് കഴിഞ്ഞാൽ നാളെ അയാൾക്ക് ജീവിക്കണം. ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാനൊന്നും നമ്മൾക്ക് ആർക്കും താല്പര്യമില്ല. പിന്നെ അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത്. എന്താണെന്നറിയുമോ, ആൾക്കാരങ്ങ് ഭയങ്കര സഹാനുഭൂതിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടവും വിഷമവും, അയ്യോ അവരെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർ മരിക്കാതെ ഇവർ ജീവനോടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ എത്ര പേര് സഹായിക്കും? ഞാൻ ഉൾപ്പെടെ നമ്മൾ എത്ര പേര് കൈയഴിഞ്ഞ് സഹായിക്കും? അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കുകയല്ലേ. കാരണം നമ്മൾ അവരെ നോക്കും, വന്നിട്ട് അവരോട് പറയും പണിയെടുക്കാൻ ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്തു. ഇവിടെ ആ സ്ത്രീക്ക്, അതായത് ആ ഭാര്യയായ സ്ത്രീക്ക് അവർക്കൊരു പിന്നെ അവരുടെ മുൻപിൽ ഒരു വഴിയുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാഴ്ച പരിമിതി ഉള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് വേറൊരു ജോലി എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് കടന്നു പോകുമ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ വരുമാനം കൊണ്ട് വേണം അവർ ജീവിക്കുവാൻ വേണ്ടിയിട്ട്. അതും കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ കാലത്ത് വാടക കൊടുത്ത ആൾക്കാർ മുടിയും. അതുപോലെ വാടകയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഒരു 10,000 രൂപയുള്ള വാടകയുള്ള വീടാണെങ്കിൽ നാളെ അത് 15 അങ്ങനെ വാടകയും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടാണ് അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്യുക. ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായത്. ഇനി നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കുക, നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സഹാനുഭൂതി കാണിക്കും അല്ലേ. നമ്മൾക്കൊക്കെ ആക്ച്വലി ഈ കുഞ്ഞുങ്ങളോടൊക്കെ വലിയ സ്നേഹമുള്ളവരാണ്. നമുക്ക് സ്നേഹമുണ്ട്. ആരോടാണെന്നറിയാമോ? നമുക്ക് കുറച്ച് നല്ല ഹയർ ലെവലിലുള്ള കുടുംബത്തിൽ പിറന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ അയ്യോ സോ ക്യൂട്ട്, സോ എന്താ നൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പിള്ളേരുടെ അടുത്തോട്ട് ചെല്ലുമെന്നോ, ഒരു പാവപ്പെട്ടവൻ്റെ പിള്ളേരെ കാണുമ്പം നമുക്ക് അത്രയ്ക്കൊന്നും തോന്നത്തില്ല അല്ലേ. നമ്മൾ പറയും അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മുടെ ആത്മീയരുടെ ഭാഷയിലാണെങ്കിൽ വലിയ വീട്ടിലെ പിള്ളേരെ ആണെങ്കിൽ പറയും അതൊക്കെ നോട്ടി. അവരുടെ എന്താണ്, അവരുടെ എന്താ പറയുക തമാശകളും അവരുടെ കുസൃതികളും ഒക്കെ നമ്മൾ പറയും നോട്ടി
കട്ടിയാണെന്ന് പറയും. അതേസമയം ഒരു പാവപ്പെട്ടവൻ്റെ കുഞ്ഞാണെങ്കിലോ ഒട്ടനെ പറയും അതിന് ബന്ധനാന്ന് പറയും, അല്ലെങ്കിൽ അതിന് കെട്ടാന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. പണ്ടൊക്കെ കുഞ്ഞുങ്ങളോടെങ്കിലും ആൾക്കാർക്ക് ഒരു സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാകും. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമുക്ക് എന്തിനേറെ പറയുന്നത്, സ്കൂളുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴും ടീച്ചേഴ്സൊക്കെ പിള്ളേരെ കുഞ്ഞു പിള്ളേരെ, വലിയ പിള്ളേർക്കൊക്കെ ഇച്ചിരി കൊടുത്താലും കുഴപ്പമില്ല, കുഞ്ഞു പിള്ളേരെയൊക്കെ ഒരു സാധാരണ അടിയൊന്നുമല്ല, ഭയങ്കരമായിട്ട് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർത്തിട്ടുള്ള അടിയായിരിക്കും പിള്ളേർക്കിട്ട് കൊടുക്കുന്നത്. ഈ പിള്ളേരോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്ര അടിക്കുമോ? അടിക്കത്തില്ല. ഇനി അത് വീടുകളിലാണെങ്കിൽ പോലും, എന്തിന് ഈ പേരൻസിനാണെങ്കിൽ പോലും അവർക്കും ദേഷ്യം വന്നു കഴിയുമ്പോൾ പിള്ളേരെ നല്ല തെട്ട് കൊടുക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ പുറത്തുകൂടിയൊക്കെ ഇറങ്ങി നടക്കുക, ഈ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ഈ പൈസയ്ക്കോ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഉടുപ്പയിലൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ പറയും ഷോ ഷോ എന്നൊക്കെ പറയും. നമ്മൾക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കാണുവാനായിട്ടിടയായി. ഞാൻ എന്നെയും കൂടി ചേർത്താണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോ കാണുവാനായിട്ടിടയായി. അപ്പോൾ ഒരു കൊച്ചിനെ, ഒരു നാടോടി സ്ത്രീയാണ്, അവരിങ്ങനെ ഏതാണ്ട് ബലൂണൊക്കെ വിറ്റ് നടക്കുക. അപ്പോൾ അവരുടെ ഒരു കൊച്ചിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഈ കൊച്ചി ഇവരുടെ മേത്തോട്ടങ്ങ് ചാടി ചെല്ലുക, ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചാടി അങ്ങ് ചെല്ലുക, ചിരിച്ചോണ്ട് അങ്ങ് ചെല്ലുക. പക്ഷേ ഇവർ നല്ല വെൽ ഡ്രസ്സിലാണ്, ആര് ഈ ഈ ഇവരെ കുഞ്ഞിനെ കളിപ്പിച്ച സ്ത്രീ. പക്ഷേ ഇവർക്ക് ആ കുഞ്ഞിനെ എടുക്കാൻ ഒരു ഇച്ചിരി മടിയുണ്ട്. കാരണം എന്താ, ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എടുക്കാൻ ഇത്തിരി മടിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥയെന്ന് പറയുന്നതല്ലേ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഓരോരാൾക്കാരും അവരോടും സഹാനുഭൂതി കാണിക്കാനില്ല, അവരോട് സഹതാപം കാണിക്കാനില്ല, അവരോട് ഒരു ഇത്തിരി മനസ്സലിവ് കാണിക്കാനില്ല എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു നടത്തിപ്പ് തന്നെയാണ്. അവർ മരിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മളിലെ മനുഷ്യത്വം മുഴുവൻ പുറത്തോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ പ്രഹസനങ്ങൾ, അതും സോഷ്യൽ മീഡിയകളിലായിരിക്കും നമ്മുടെ പ്രഹസനങ്ങൾ നടക്കുവാനായിട്ട് പോകുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ചർച്ചുകളിലൊക്കെ പറയും, എന്താണ്, അച്ഛന്മാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും പ്രസംഗിക്കാൻ വരുന്നവരൊക്കെ ആണെങ്കിലും പറയും, നിങ്ങൾ പാവങ്ങളെ കരുതണം കേട്ടോ, പാവങ്ങൾക്ക് കൊടുക്കണം, പാവങ്ങളെ കരുതണം എന്ന് പറയും. ഈ പാവങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്ന് കഴിയുമ്പോൾ എത്ര പേരുടെ കണ്ണ് തുറക്കാറുണ്ട് അല്ലേ. നമ്മുടെ അടുത്താണെങ്കിലും വന്നു കഴിയുമ്പോൾ എത്ര പേരുടെ കണ്ണ് തുറക്കാറുണ്ട്. നമ്മൾ അവരുടെ എ തൊട്ട് ഇസഡ് വരെയുള്ള അവരുടെ എന്താണ് മുഴുവൻ കാര്യങ്ങളും നമ്മൾ തിരക്കും, എന്നിട്ടേ നമ്മൾ സഹായിക്കത്തുള്ളൂ. കാരണം ഇവർ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതൊരു കണക്കിന് ഒരു വശത്ത് അത് സത്യമാണ്, അത് അന്വേഷിക്കണം. കാരണം ഇങ്ങനെ ചുമ്മാ നടക്കുന്നവരുമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോൾ, അങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താണ്, അവർക്ക് പോലും മറ്റൊരാളോടൊരു ഒരു സഹായം ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം അവരുടെ മനസ്സ് മടുത്തിട്ടുണ്ടാകും. നമ്മളെ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയും, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചർച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ലൊരു ഇതിലായിരിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി, നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് ചെറുതും വലുതുമായ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചുമ്മാ ഈ കിള്ളാൻ വരുന്ന ചില ആൻറ്റിമാരൊക്കെ ഉണ്ടാകുമല്ലോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചുമ്മാ വർത്താനം പറയാൻ വരുന്ന ആൻറ്റിമാരുണ്ടാകുമല്ലോ. അയ്യോ അവിടെയായിരുന്നു, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടേതായ നല്ല സന്തോഷത്തിലായിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒത്തിരി വർത്താനം പറയാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ ശരിയല്ല എങ്കിൽ നമ്മൾക്ക് ഒത്തിരി വർത്താനം പറയാൻ നമുക്ക് മൈൻഡ് വരത്തില്ല അല്ലേ. നമ്മൾക്ക് അത്രയും നേരം കൂടി എന്തെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലൊന്നും നമ്മുടെ മനസ്സൊന്ന് പൊഴിച്ചാൽ മതി. കാരണം നമ്മൾ അത്ര ടെൻഷനിലായിരിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളൊക്കെ കടന്നു പോയിട്ടില്ലേ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പോലും അവരുടെ മനസ്സിന് അനുവദിക്കുന്നുണ്ടാകുന്നില്ല. കാരണം എന്താ, അത്രയും നിരാശ അവരുടെ ജീവിതത്തിൽ അവരെ ഇങ്ങനെ എന്താ പറയുക പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന പോയിന്റ് എന്താണെന്നറിയാവോ, ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, യഹോവ വാഴുന്നവരുടെ ചെങ്കോലും എന്താണ്, യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളയും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സമൃദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ 98% എടുത്തു നോക്കിക്കും വല്ലാത്ത ദുഷ്ടഹൃദയവും ഭയങ്കര അഹങ്കാരവും ഒക്കെ ആയിരിക്കും. ഈ 14-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്കറിയാം ഈ അഹങ്കാരികളെ ദൈവം എത്രമാത്രം വെറുക്കുന്നുവെന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ അവർ വാഴുവാണ്. ആരെയാ വാഴുന്നത്? പാവപ്പെട്ടവരെ അല്ലേ. എന്ന് വെച്ചാൽ അവരുടെ അത്രയും എന്താ പറയുക ലെവലിലല്ലാത്ത പാവപ്പെട്ടവരെ, തങ്ങൾക്ക് അടിമകളാക്കാൻ പറ്റുന്നവരെ വാഴുന്ന ഒരു കൂട്ടരും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വാഴുന്നവരുടെ ചെങ്കോൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടിമകളാക്കി കളയുക മറ്റുള്ളവരെ. എന്ന് വെച്ചാൽ നമ്മളെ കഴിഞ്ഞ് താഴെയുള്ളവരെ ഒരു അടിമകളായി കാണുന്ന ഒരു മനോഭാവം, അതാണ് ഇന്ന് ഒട്ടുമിക്ക മനുഷ്യരിലും ഇന്ന് അത് ഉടലെടുത്തിരിക്കുകയാണ്. അത് ആത്മീയരെന്നോ അനാത്മീയരെന്നോ ഉള്ള മാറ്റമൊന്നുമില്ല കേട്ടോ. ആത്മീയരിലും എന്തുണ്ട്, ഈ സ്വഭാവങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം ഈ ആത്മീയനും എന്താണ്, അവരുടെ
അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കോ. ഈ ആത്മീയരെന്ന് പറഞ്ഞ് നടക്കുന്ന ഹയർ ലെവലിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കോ. അവർക്ക് അവരുടെ ലെവലിലുള്ളവരുമായിട്ട് ഒത്തുപോകാനും വർത്താനം പറയാനും ചിരിക്കുവാനും താല്പര്യമുള്ളൂ. അതിൻ്റെ താഴെയുള്ളവരോടൊന്നും വലിയ താല്പര്യമൊന്നും കാണത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഒരു വാഴുന്നവരുടെ ചെങ്കോല് അല്ലേ, അവർ പറയുന്നത് ആ കാര്യങ്ങൾ. സഭകളിൽ ചെന്നാലും അതാ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്, മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവരെ കാണുമ്പോൾ നിങ്ങൾ ഇവരോടും ആ മുഖ്യമായ സ്ഥാനങ്ങളൊക്കെ അല്ലേ, സ്ഥാനത്ത് വന്നിരുന്നോളാനൊക്കെ പറയും. പാവപ്പെട്ടവരെ കാണുമ്പോഴും അങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ പറയും, അല്ലെങ്കിൽ പായ പോയിരിക്കാൻ പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ മനുഷ്യനിലെ അഹങ്കാരം എന്ന് പറയുന്നത്. എവിടെയാണ് മനുഷ്യന് അഹങ്കാരം വരുന്നത്? തങ്ങളുടെ കയ്യിൽ നല്ല പൈസയുള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ മനുഷ്യൻ എന്താണ്, അഹങ്കാരമാണ്. പക്ഷേ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, ദൈവം ദുഷ്ടൻ്റെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഒടിച്ചു കളയുന്നത്? ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതായി അഹങ്കാരികൾ എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് ദൈവം എപ്പോഴും വെറുക്കുന്നതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അഹങ്കാരം കാണിച്ച് നടക്കുന്നതാണ്. നല്ല കേട്ടോ, ഒരു പരിധിയിൽ കവിഞ്ഞുള്ള ആർഭാടങ്ങളും ഒക്കെ ഈ അഹങ്കാരത്തിൻ്റെ വകുപ്പിൽപ്പെടും. അതൊക്കെ എന്താണ്, അതൊക്കെ ദൈവം വെറുക്കുക തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഒത്തിരി പേര് അല്ലെ വലിയ വലിയ വീടുകളും എല്ലാം എന്ന്, അത് എനിക്ക് തോന്നുന്നു ഇന്നും ദൈവം അത് മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇന്ന് പല സ്ഥലങ്ങളിലോട്ടും ചെന്ന് കഴിയുമ്പോൾ വലിയ വലിയ ബംഗ്ലാവുകൾ മുഴുവൻ പണിതിട്ടേക്കുവാണ്. അവിടെ പാർക്കാൻ ആൾക്കാരില്ല, താമസിക്കാൻ ആൾക്കാരില്ല. പ്രായമായ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്താണ്. ഇതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതാണോ? അല്ല. തങ്ങളുടെ മക്കളുടെ ആ ഒരു നന്മ അനുഭവിക്കുവാൻ ഇവർക്ക് എന്തില്ല, യോഗമില്ല. എന്ന് വെച്ചാൽ അവസാന കാലത്ത് ഇവർക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ ആരേ ഉള്ളൂ? വലിയ പണിക്ക് നിർത്തിയേക്കുന്ന ആൾക്കാരേ ഉള്ളൂ, അല്ലാത്തവരാരുമില്ല. അതൊക്കെ അനുഗ്രഹത്തിൻ്റെ വകുപ്പിൽ പെടുവാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി എന്താണ്, മുഴുവൻ CCTV ക്യാമറ വെച്ചേക്കുക. എന്തിനാണ് വെച്ചിരിക്കുന്നത്? വിദേശത്തിരുന്ന് മക്കൾക്ക് നോക്കണം അപ്പനെയും അമ്മയ്ക്കും എന്തെങ്കിലും ദോഷങ്ങൾ പറ്റുന്നുണ്ടോ, ആരെങ്കിലും അവരെ വന്ന് ഉപദ്രവിക്കുന്നുണ്ടോ. കാരണം വലിയ ബംഗ്ലാവുകൾ കെട്ടിയിടുകയാണ്. ഇപ്പോഴാണ് ഇനിയിപ്പോൾ പെന്തക്കോസ്തുകാർ ഊരിയ ആവരണമൊക്കെ ഇടാൻ പോവുക. അങ്ങനത്തെ വാക്കുകളൊന്നും കേട്ട് ആരും ഇടാനായിട്ട് പോകരുത്. കാരണം ഇന്ന് ആവരണമൊന്നും ഇല്ലാതെ നടക്കുന്നതുകൊണ്ട് നമ്മൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാം. കാരണം സ്വർണ്ണത്തിന് ഇന്ന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയാണെന്ന് അടിച്ചു വീഴ്ത്തി സ്വർണം എടുത്തുകൊണ്ട് പോകേണ്ടതെന്ന് വിചാരിച്ച് കള്ളന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ബംഗ്ലാവുകളൊക്കെ ഉള്ള വീടുകളിൽ ബംഗ്ലാവുകളും വലിയ പണക്കാരായ ആൾക്കാരുടെ വീടുകളും ഒക്കെ കാണുമ്പോൾ ഇന്ന് ഈ എന്താ പറയുക, നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള അവിടെ നിന്നൊക്കെ ആൾക്കാർ നോക്കാൻ വരുക. എങ്ങോട്ടാണ് വരുന്നത്? കാരണം ഈ മലയാളികൾ ഭയങ്കര ആർഭാടം ഇങ്ങോട്ട് കാണിക്കും. അത് വീടിനകത്ത് കാണിക്കും, കാറിനകത്ത് കാണിക്കും, ഇതൊക്കെ കാണിക്കും. അപ്പോൾ ഇവർ നോട്ടമിട് വന്നിട്ട് അവിടെ ആരോ ഉള്ളതെന്ന് നോക്കും. ഈ പേരൻസൊക്കെ മാത്രമേ ഉണ്ടെങ്കിൽ, പ്രായമായവരെ ഉള്ളെങ്കിൽ അങ്ങനത്തെ എത്ര സംഭവങ്ങളാണ് കാണുന്നതല്ലേ. ഇതൊക്കെ ദൈവം നമ്മളുടെ മുൻപിൽ എന്താണ് വെച്ചിരിക്കുന്നത്? ഒരു പാഠമായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഓവർ സമ്പാദനവും ഓവർ അഹങ്കാരവും ഒക്കെ ദൈവത്തിൻ്റെ മുൻപിൽ ഒരിക്കലും നമ്മളെ മാന്യരായിട്ട് നിർത്തത്തില്ല. കാരണം നമ്മുടെ അടുത്തൊരുത്തൻ കരഞ്ഞും കണ്ണുനീരിലും ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ വലിയ മണിമാളികയ്ക്കകത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. അതൊന്നും ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ അടുത്തൊന്ന് വരുന്നവരെയൊക്കെ ഒന്ന് കാണുവാനൊക്കെ നമ്മൾക്കൊരു മനസ്സ് ദൈവം തരണം. കാരണം നമ്മൾക്കൊരു വിവേചനവും കൂടെ വേണം അല്ലേ. കാരണം ഇന്ന് ഫേക്ക് ആൾക്കാരുമുണ്ട്, നല്ല ആൾക്കാരുമുണ്ട്. അപ്പോൾ ദൈവം ഒരു വിവേചനത്തിൻ്റെ ആത്മാവിനെയൊക്കെ നമ്മൾക്ക് തരുവാനായിട്ട് നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇവർ അമ്പലത്തിൽ പോയിട്ടാണ് ഇവർ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ പ്രാർത്ഥിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവിടെ അല്ലേ വയോജനങ്ങളെയും ആരാരുമില്ലാത്തവരെയൊക്കെ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അത് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുക. സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആരെ കണ്ടില്ല അവരെ രക്ഷിക്കാൻ. ഒരു സേവാഭാരതീനെയും കണ്ടില്ല രക്ഷിക്കാൻ, ഒരു BJP-കാരെയും കണ്ടില്ല രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊന്നും അറിയാഞ്ഞിട്ടാണോ? ഇവരറിയുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ മെയിൻ, ഇവർക്കൊന്നും ആത്മാർത്ഥതയൊന്നുമില്ല. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, കുറേ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുക, വർഗീയത പറഞ്ഞ് ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുക. ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ എന്താ പറയുക, അവർ മതം മാറ്റുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മൈൻഡുമായിട്ട് ഇറങ്ങി നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുക, ഈ മനുഷ്യൻ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ബിനു പാസ്റ്ററിൻ്റെ അടുത്തെങ്ങാനും ഒന്ന് ചെന്നായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ അവരെ സ്വീകരിക്കുമായിരുന്നു അല്ലേ. അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവരെ സ്വീകരിക്കുമായിരുന്നു. എന്തോ അവർക്കങ്ങനെ പോകാനൊരു, അല്ലെങ്കിൽ അതുങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കച്ചിത്തരും അവരത് പിടിച്ചു കയറുമായിരുന്നു. അപ്പോൾ ഓർക്കുക, നമ്മളുടെയൊക്കെ മനസ്സൊക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മളെല്ലാം അടച്ചു പൂട്ടിക്കാനായിട്ട് നമ്മൾ മിടുക്കരാം, അതേസമയം തുറപ്പിക്കാനാണ് ബുദ്ധിമുട്ട്.
ബുദ്ധിമുട്ട്, തുറക്കാനാ ബുദ്ധിമുട്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള അഹങ്കാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടി പോകാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സൊക്കെ നമ്മൾക്ക് ഉണ്ടാകട്ടെ. ആ ഒരു 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 മനസ്സ് ദൈവം നമ്മൾക്ക് തരട്ടെ. പിന്നെ ഫൈനലായിട്ട് പറയുവാനുള്ളത്, ഇവിടെ മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രമായിരിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ എന്താണ്, ദൈവം ഒരിക്കലും കൈവിടത്തില്ല അല്ലേ? എനിക്കറിയാം നമ്മുടെ യേശു കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. ദൈവം എന്ത് ചെയ്തേനെ, ആ സ്പോട്ടിൽ വേണ്ടുന്ന അനുഗ്രഹം സ്പോട്ടിൽ കൊടുത്തേനെ. നാളെ കൊടുക്കേണ്ട അനുഗ്രഹമാണെങ്കിൽ നാളെ കൊടുത്തേനും, ഇന്ന് കൊടുക്കേണ്ട അനുഗ്രഹമാണെങ്കിൽ ഇന്ന് കൊടുത്തേനും, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് നാളെ വാന്ന് പറയുന്ന ഒരു ദൈവമല്ലെന്നേ. അതാത് ദിവസങ്ങളിലേക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ പ്രത്യാശ ഈ ദൈവത്തിലായിരിക്കട്ടെ. ഈ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കഴിയുമ്പോൾ ഈ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ മനുഷ്യരെ നമ്മളെ കൈവിടും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ ദൈവം നമ്മളെ കൈവിടത്തില്ല. അതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയും നമ്മളുടെ പ്രിവിലേജ് എന്ന് പറയുന്നതും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മളൊക്കെ അല്ലേ, നമ്മളൊക്കെ എത്രയോ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മളെയൊക്കെ ഇന്ന് നിർത്തുന്നത് ആരാ? നമ്മുടെ ദൈവമാണല്ലേ. അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പദവി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദൈവമില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ? ദൈവമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതും. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം നമ്മൾക്ക് അവസരം തന്നതിനെ ഓർത്ത് എല്ലാ ദിവസവും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ, പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് പരാതികളും പരിഭവങ്ങളും പറയാം, അതിനപ്പുറമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ആ മരണപ്പെട്ടു പോയവർക്ക് ദൈവം അവരുടെ കാര്യം ഏറ്റെടുക്കട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.